ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് മേഘാലയയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിലേക്കാണ്. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിർണ എന്ന് പറഞ്ഞൊരു വില്ലേജിലാട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏകദേശം 3500 സ്റ്റെപ്പോളം നമുക്ക് നടന്നിറങ്ങാറുണ്ട്. ഏകദേശം പകുതി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വില്ലേജ് കിട്ടും കേട്ടോ. അവിടെയാണ് നമ്മുടെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഡെക്കർ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു വീട്ടിലൊരു ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് സിംഗിൾ ഡെക്കർ കാണാൻ പോവാം ഫസ്റ്റ് കേട്ടോ. ഇതാണ് സിംഗിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ്. ഇവിടുത്തെ കാസി ട്രൈബ്സ് ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ട് നിർമ്മിച്ചൊരു പാലാട്ടോ ഇത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് മരമാണിത്. ആ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ ഇതുപോലെ ഒരു ഷേപ്പിൽ അവർ 10-15 വർഷം കൊണ്ടാണ് ഇങ്ങനൊരു റൂട്ട് ബ്രിഡ്ജാക്കി മാറ്റിയെടുക്കുന്നത്. മഴക്കാലങ്ങളിലൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് ഇവർ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ സംഭവം അടിപൊളിയാണ്. എന്തായാലും ഒരു പ്രാവശ്യം വന്ന് കണ്ടേ പറ്റൂ കേട്ടോ. ഇവിടെയുള്ള റൂട്ട് ബ്രിഡ്ജിനൊക്കെ ഏകദേശം ഒരു 180 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മിനിമം ഒരു 500 വർഷമെങ്കിലും നിലനിൽക്കുന്ന പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ കണ്ടത് സിംഗിൾ ഡെക്കർ ആട്ടോ ഈ ബാക്കിൽ കാണുന്നത്. ഇതിന് ഡബിൾ ഡെക്കർ ഉണ്ട്. ഇവിടുത്തെ കുറച്ചുകൂടെ ഡെക്കർ കഴിഞ്ഞിട്ട് ഡബിൾ ഡെക്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്നതെല്ലാം നല്ല നമ്മുടെ നാട്ടിലെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് കവുങ്ങും തോട്ടോ കാര്യമെല്ലാം പ്ലാവ് എല്ലാ കാര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇത്ര നാൾ വന്നതാ, ഇത്ര നേരം വന്ന് അതേ സെയിം സെറ്റപ്പ് സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുക. ഇനി ഈ തൂക്കുപാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തെത്താം കേട്ടോ. അപ്പോൾ പാലം ക്രോസ് ചെയ്ത് ഇനി നമുക്ക് നേരെ പോകേണ്ടതാ ഈ മലയിൽ കയറണം കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞതാ നമുക്ക് രണ്ടാമത്തെ തൂക്കുപാലം കിട്ടും കേട്ടോ. ഇതും കൂടെ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഡബിൾ ഡെക്കർ എത്താനാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേറെയും സിംഗിൾ ഡെക്കേഴ്സ് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ഓരോ ബ്രിഡ്ജസ് ഇവരുണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു വില്ലേജിലെത്തും. ആ വില്ലേജിലാണ് നമ്മുടെ ഡബിൾ ഡെക്കർ കാണാനുള്ളത് കേട്ടോ. ഇവിടെ ഒരു 50 റുപ്പീസാണ് നമുക്ക് പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് പോയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. 2022 മുതൽ യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ അണ്ടറിലാണ് കേട്ടോ ഈ ഒരു റിവിങ് റൂട്ട് പിടിച്ചുള്ളത്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കൽ വന്ന് കാണേണ്ട ഒരു സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം വന്ന് കാണേണ്ടതാണ്. ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പല റൂട്ടുണ്ട് കേട്ടോ. പല റൂട്ടിൽ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ തിർണ വില്ലേജാണ് ഏറ്റവും എളുപ്പമുള്ളതും നല്ല വൃത്തിക്ക് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്യാം മാക്സിമം. അങ്ങനെ തിരിച്ച് കയറി നമ്മൾ ഏകദേശം ഒരു 90% കഴിഞ്ഞു കേട്ടോ. തിരിച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രായമുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാലെല്ലാം പൊട്ടും. നല്ല സ്റ്റെപ്പാണ്, അതുകൊണ്ട് നല്ല സ്റ്റീപ്പായതുകൊണ്ട് നല്ല പണിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വന്ന് കാണും കേട്ടോ. രസമുണ്ട്. എന്തായാലും നല്ലൊരു സംഭവമാണ് കാണാൻ.